ഇക്കഴിഞ്ഞ ജൂൺ 3-ന്, അതായത് ഏതാണ്ട് 1.5 മാസം മുൻപ്, കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ഒരു വെളിപ്പെടുത്തൽ സംഭവിക്കുന്നു. ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹം ദഹിപ്പിക്കുകയും കുഴിച്ചുമൂടുകയും ചെയ്തിട്ടുണ്ടെന്ന്. ആരാണിത് വെളിപ്പെടുത്തിയത്? ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി തന്നെ. വെറും പറച്ചിലല്ല, മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോട്ടോകൾ ഉൾപ്പെടെ തെളിവ് സഹിതം ശക്തമായ വെളിപ്പെടുത്തൽ. ക്ഷേത്ര ഭരണകൂടവുമായി ബന്ധമുള്ള ചിലരാണ് തന്നെ ഭീഷണിപ്പെടുത്തി ഈ കുറ്റകൃത്യം ചെയ്യാൻ നിർബന്ധിച്ചതെന്നാണ് ഇയാൾ പറഞ്ഞത്. ധർമ്മസ്ഥലയിൽ പെൺകുട്ടികളെ കാണാതാകുന്നത് സംബന്ധിച്ച് ദുരൂഹതയുണ്ടെന്ന പരാതി 2012-ൽ തന്നെ ഉയർന്നതാണ്. മുൻപ് സൗജന്യ എന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. പെൺകുട്ടികളെ കാണാതായ വേറെയും കുടുംബങ്ങളിലുള്ളവർ പരാതിയുമായി രംഗത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തലിന്റെ പ്രസക്തിയും ഗൗരവവും ഏറെയാണ്. രാജ്യത്തെ ആകെ ഞെട്ടിപ്പിക്കേണ്ട, കർണാടക സംസ്ഥാനത്തെ ഒന്നടങ്കം വിറപ്പിക്കേണ്ട വെളിപ്പെടുത്തൽ. സ്വാഭാവികമായും സർക്കാരും പോലീസും കോടതിയും അടിയന്തരമായി ഇടപെടണം. ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്ന ശുചീകരണ തൊഴിലാളിയെയും കൂട്ടി സ്ഥലം സന്ദർശിച്ച് പെൺകുട്ടികളെ കുഴിച്ചുമൂടിയെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ചെന്ന് മണ്ണ് നീക്കി പരിശോധനകൾ നടത്തണം. കാണാതായ പെൺകുട്ടികളെക്കുറിച്ച് മുഴുവൻ അന്വേഷണം നടത്തണം. ആരെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ടെന്നത് ക്രോഡീകരിച്ച് കേസെടുക്കണം. സംസ്ഥാനം വലിയ ഗൗരവത്തിൽ തന്നെ വിഷയത്തെ അഡ്രസ് ചെയ്യണം. എന്നാൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഈ വെളിപ്പെടുത്തൽ നടന്നിട്ട് 1.5 മാസം പിന്നിട്ടിട്ടും കർണാടക സർക്കാരും പോലീസും ഇപ്പോഴും അനങ്ങാതെ നിൽക്കുകയാണ്. മാത്രമല്ല, വിഷയത്തിന്റെ ഗൗരവം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നവർക്ക് നേരെ നടപടിയെടുക്കുന്ന സ്ഥിതിയാണുള്ളത്. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഈ സ്ഥിതി. വെറും ആരോപണമല്ല പരാതിക്കാരൻ ഉന്നയിച്ചത്. അയാൾ കോടതിയിൽ ഹാജരായി മൊഴി നൽകുകയും ചെയ്തു. എന്നിട്ടും കർണാടക പോലീസ് അനങ്ങാതെ നിൽക്കുന്നത് ആര് ഭയന്നിട്ടാണെന്ന ശക്തമായ ചോദ്യം ഉയരുന്നുണ്ട്. ക്ഷേത്ര നഗരിയായ ധർമ്മസ്ഥലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഞ്ജുനാഥസ്വാമി ക്ഷേത്രം കർണാടകയിൽ വലിയ സ്വാധീനമുള്ള ഹെഗ്ഡെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലാണ്. മാത്രവുമല്ല, നിലവിൽ രാജ്യസഭാ എംപിയായ വീരേന്ദ്ര ഹെഗ്ഡെയാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ ഭരണാധികാരി. ദിവസവും ആയിരക്കണക്കിന് ഭക്തർ വന്നുപോകുന്ന ആത്മീയ കേന്ദ്രമാണ് ധർമ്മസ്ഥലയും മഞ്ജുനാഥസ്വാമി ക്ഷേത്രവും. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വന്നതോടെ ധർമ്മസ്ഥലയെക്കുറിച്ച് വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി ഇരകളുടെ കുടുംബങ്ങൾ രംഗത്തെത്തുന്നുണ്ട്. നേരത്തെ സൗജന്യ എന്ന 17-കാരി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് ധർമ്മസ്ഥലയിൽ വെച്ചാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് ക്ഷേത്രത്തിലെ ട്രസ്റ്റ് ജീവനക്കാരനായ സന്തോഷ് അറസ്റ്റിലായിരുന്നു. കേസിൽ ഹെഗ്ഡെ കുടുംബത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് അന്ന് ആവശ്യമുയർന്നിരുന്നെങ്കിലും എല്ലാ അന്വേഷണ ഏജൻസികളും അവരെ ഒഴിവാക്കുകയായിരുന്നു. പിന്നീട് തെളിവില്ലെന്ന് പറഞ്ഞ് സന്തോഷിനെയും വെറുതെ വിട്ടു. സൗജന്യ കേസിൽ മാത്രം തീരുന്ന പ്രശ്നമല്ലത്. 2003-ൽ കൂട്ടുകാരോടൊപ്പം ധർമ്മസ്ഥലയിലെത്തിയ മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന മകൾ അനന്യയെ കാണാതായെന്ന് ആരോപിച്ച് അമ്മ സുജാതയും രംഗത്തെത്തിയിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളി പരാമർശിച്ച ഇരകളിലൊരാൾ തന്റെ മകളായിരിക്കാമെന്നും ആരോപണത്തിൽ അന്വേഷണം വേണമെന്നും അവർ പോലീസിൽ പരാതി പറഞ്ഞെങ്കിലും മകൾ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയതാകാമെന്ന് പറഞ്ഞ് പോലീസ് അവരെ അധിക്ഷേപിച്ചുവെന്നാണ് പറയുന്നത്. ഒടുവിൽ ക്ഷേത്രാധികാരി വീരേന്ദ്ര ഹെഗ്ഡെയെയും സഹോദരൻ ഹർഷേന്ദ്രകുമാറിനെയും സമീപിച്ചപ്പോൾ അവർ അധിക്ഷേപിക്കുകയും പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തെന്നാണ് സുജാത പറയുന്നത്. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ആരോപണങ്ങൾ പുറത്തു വന്നിട്ടും കേസ് അന്വേഷിക്കാനോ തെളിയിക്കാനോ ഉള്ള താല്പര്യം പോലീസ് കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, പരാതിക്കാരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. പരാതിക്കാരനായ ശുചീകരണ തൊഴിലാളി ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ അന്വേഷണവുമായി സഹകരിക്കാൻ പൂർണ്ണമായും തയ്യാറാണെന്നും പോലീസ് അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് കാണിക്കുകയാണെന്നും ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പരാതിക്കാരനോടൊപ്പം മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് തങ്ങൾ എത്തിയെങ്കിലും മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും പോലീസ് എത്തിയില്ലെന്നാണ് അഭിഭാഷകരുടെ ആരോപണം. കർണാടകയിലെ വനിതാ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ധർമ്മസ്ഥലയിൽ കാണാതായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിശദമായ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ദക്ഷിണ കന്നഡ SP-ക്കും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും അവർ കത്തയച്ചിരുന്നു. വിഷയത്തിൽ നീതിയുക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി V. ഗോപാലഗൌഡയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം അഭിഭാഷകർ സിദ്ധരാമയ്യയെ കണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. എന്നിട്ടും ഒരു ചലനവും ഇതുവരെ ഉണ്ടായില്ല. ഈ വിഷയം പൊതുജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാക്കി മാറ്റിയ യൂട്യൂബർ സമീറിനെതിരെ വ്യാജവാർത്ത പ്രചരിപ്പിച്ചുവെന്ന് പറഞ്ഞ് കേസെടുക്കുകയാണ് കർണാടക പോലീസ് ചെയ്തത്. ക്രൂരമായ സംഭവങ്ങൾക്ക് കൂട്ടുനിന്ന് ഒടുക്കം കുറ്റബോധം താങ്ങാനാകാതെ കൊല ചെയ്യപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം. ഉത്തരേന്ത്യയിൽ BJP ഭരിക്കുന്ന വിവിധയിടങ്ങളിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ പ്രതിഷേധം കോൺഗ്രസ് ഉയർത്താറുണ്ട്. ഹത്രാസ് കേസിലും ഉന്നാവോ സംഭവത്തിലുമെല്ലാം രാഹുൽ ഗാന്ധി വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇതേ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇപ്പോൾ ഇത്രയ്ക്ക് ആഴമേറിയ ഒരു വെളിപ്പെടുത്തലിന് പുല്ലുവില മാത്രം ലഭിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് പോലീസിന്റെയും കർണാടക സർക്കാരിന്റെയും ഈ അനാസ്ഥ? ആരെ സംരക്ഷിക്കാനാണ് ഈ മെല്ലെപ്പോക്ക്?
ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടുവെന്ന് പറയപ്പെടുന്ന പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമോ? വലിയ ചോദ്യങ്ങൾ ബാക്കിയാണ്.